കുരിശിൽ നിന്നും ഇറ്റിറ്റു വീഴുന്ന രക്തത്തുള്ളികൾ ശേഖരിച്ച് ആത്മാക്കളിൽ തളിക്കുവാൻ ആഗ്രഹിച്ച കൊച്ചുറാണി കർമ്മലമഠത്തിൽ ചേർന്ന് തന്നെ സമർപ്പിക്കുവാൻ തീരുമാനിച്ചു. വർഷങ്ങളായുള്ള ചിന്തയിലൂടെയും ബോധ്യത്തിൻ്റെയും വെളിച്ചത്തിൽ അവൾ എഴുതി, ആത്മാക്കളെ പിടിക്കുന്ന ജോലി എന്നെ അവിടുന്ന് ഫലമേൽപ്പിച്ചു. പാപികളുടെ മാനസാന്തരത്തിനു വേണ്ടി അധ്വാനിക്കുന്നതിന് തീക്ഷ്ണമായ ഒരാഗ്രഹം എനിക്ക് അനുഭവപ്പെട്ടു. അങ്ങനെ ഒരു അഭിനിവേശം എത്ര തീവ്രമായി മുമ്പെങ്ങും എനിക്ക് തോന്നിയിട്ടില്ല. ചുരുക്കത്തിൽ സ്നേഹം എന്നിൽ പ്രവേശിച്ചു എന്ന് പറയാം. മറ്റുള്ളവരുടെ സുഖത്തിനു വേണ്ടി തന്നെത്താൻ വിസ്മരിക്കണമെന്ന ആവശ്യവും എനിക്കും ബോധ്യമായി. അന്നു മുതൽ സന്തുഷ്ടി എന്നിൽ നിറഞ്ഞു. ഫ്രാൻസിലെ വാഴ്ത്തപ്പെട്ട ജോൻ ഓഫ് ആർക്കിനെ പോലെ ഉള്ള ധീര നായികമാരെ അനുകരിക്കണമെന്ന് തീക്ഷ്ണമായി കൊച്ചുത്രേസ്യ ആഗ്രഹിച്ചപ്പോഴും തൻ്റെ വേദന നിറഞ്ഞ ജീവിതാനുഭവത്തെക്കുറിച്ചും എളിയ അവസ്ഥയെക്കുറിച്ചും തെരേസയ്ക്ക് ബോധ്യമുണ്ടായിരുന്നു. വലിയ പുണ്യവതിയായി തീരണമെന്ന സുധീരമായ വിശ്വാസം അതേവിധം സദാ നിലനിൽക്കുന്നു. ഞാൻ വെറും ശൂന്യമാകിയാൽ എൻ്റെ പ്രാപ്തിയിൽ ഞാൻ ഒട്ടും ആശ്രയിക്കുകയില്ല. സാക്ഷാൽ ശക്തിക്കും പുണ്യവും ആയിരിക്കും ദൈവത്തിൽ ഞാൻ ശരണപ്പെടുന്നു. വിനീതിയായ എൻ്റെ ശ്രമങ്ങൾ കൊണ്ട് തൃപ്തിയായി അവിടുന്ന് തന്നെ എന്നെ തന്നിലേക്ക് ഉയർത്തുകയും അവിടുത്തെ യോഗ്യതകൾ കൊണ്ട് എന്നെ അലങ്കരിച്ച് എന്നെ പുണ്യവതിയാക്കുകയും ചെയ്തു. പുണ്യപൂർണ്ണത പ്രാപിക്കുവാൻ വേണ്ടി വളരെയധികം സഹിക്കേണ്ടി വരുമെന്നത് ഇപ്പോൾ ഞാൻ വിചാരിക്കുന്നില്ല. മേൽവിവരിച്ച കഷ്ടതകൾ എനിക്ക് അയച്ചുകൊണ്ട് എന്നെ അത് ബോധ്യപ്പെടുത്തുവാൻ ദൈവം അധികം താമസിച്ചില്ല. പാപികളുടെയും ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളുടെയും രക്ഷയ്ക്കായി കൊച്ചുത്രേസ്യ തിരഞ്ഞെടുത്ത സ്നേഹത്തിൻ്റെയും സഹനത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും പ്രാർത്ഥനയുടെയും മാർഗമായിരുന്നു. ലിസ്യുവിലെ കർമ്മലമഠത്തിൽ ധ്യാനാത്മക ജീവിതം നയിച്ച് പുണ്യപൂർണ്ണത പ്രാപിക്കുകയും ഒരു പ്രേക്ഷിതയായി തീരുവാനുള്ള ശക്തമായ ആഗ്രഹം അവളിൽ വളർന്നുകൊണ്ടിരുന്നു. ദൈവം തന്നെ ഈ ആഗ്രഹത്തെ സഫലീകരിക്കുമെന്ന് അവൾ വിശ്വസിച്ചു.